അപ്പൊ ഇന്നും ദോശ അല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞോട്ട് എത്തിയില്ലേ? എന്നും എനിക്ക് ഈ ദോശ തന്നെയാണ്. ഇജ് എന്നും നേരം വെളുത്താൽ നേരം വൈകി നീക്ക. ഇതൊക്കെ എനിക്ക് എളുപ്പമുള്ള പണിയാണ് ഈ ദോശ. അല്ല ആ ചെറുക്കന് എന്താ എന്താ പറഞ്ഞേ? സ്കൂളിൽ കൊണ്ട് പോണില്ല? ഒക്കെ ചുമച്ചിട്ട് നല്ലോണം ഛർദിച്ചിക്കണ്. അപ്പൊ അപ്പോഴൊക്കെ ഇങ്ങനെ ഉറക്ക് പോയപ്പോ ഞാന് സത്യം പറഞ്ഞാല് ഫോണിൽ അലാറം വെച്ചിന്. അലാറം അടിച്ചപ്പോ എനിക്ക് ഉറക്കിന്റെ ഇതിൽ ഞാൻ ഓഫ് ആക്കി കിടന്നതാണ് അമ്മ. ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ എല്ലാ മുത്തുമണികളും വീഡിയോ കാണുന്നതോടൊപ്പം ലൈക്ക് അടിച്ചിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ നല്ല വീഡിയോ കഴിഞ്ഞതിന് ശേഷം നല്ല ലൈക്ക് അടിക്കാതെ പോകുന്നുണ്ട്. പിന്നെ ഈ വീഡിയോനെ പറ്റി എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. അപ്പൊ നമ്മൾ ഏതായാലും വീഡിയോയിലേക്ക് പോകാം. പഠിച്ചോനെ നല്ല നേരം വൈകിക്കണല്ലോ. പഠിച്ചോനെ ഈ രാവിലെ തന്നെ ചീത്ത കേൾക്കാനുള്ള എനിക്ക് വെച്ച് എന്താ ഇങ്ങനെ നേരം വൈകി? അല്ലോ ഇന്ന് ഉമ്മാന്റെ തൊള്ളയെ കേൾക്കും മുഴുവൻ ഞാൻ ഇപ്പൊ കേൾക്കേണ്ടി വരും. പഠിച്ചോനെ ഞാൻ എന്താണെന്ന് ഉണ്ടാക്കുക? ആ ദോശമാവുണ്ട്. ഇന്നിപ്പോ ദോശ ചുട്ടെടുത്തപ്പോ അതിന് വർത്താനം ഉണ്ടാക്കുക. ഇന്നലും ദോശ എന്ത് കച്ചറ ഉണ്ടാക്കുവോ റബ്ബേ? എന്താ കാട്ടുക? ഇന്നിപ്പോ കാര്യമായിട്ട് ഇപ്പം കറിയൊന്നും ഉണ്ടാക്കണ്ട. മീൻകറി ഉണ്ട്. ദോശയ്ക്ക് ഇപ്പൊ അത് കൊടുക്കാം. വന്നാൽ എന്തൊക്കെയാണ് അവൻ ഇവിടെ പറയാ? കുറച്ചിട്ട് വയ്യ. നേരം കൊറേ ആയല്ലോ. 7 മണിയൊക്കെ കഴിഞ്ഞാ. എന്തേപ്പ ഞാൻ നീക്കാൻ നേരം വെക്കി? നിനക്കാണ് പള്ള പൈച്ചിട്ട് വെച്ച. ഇന്ന് എന്താണാവോ തൊളിച്ചുണ്ടാക്കണേ? എന്നാലും മിഞ്ഞാന്നൊക്കെ ദോശയേന്. മനസ്സിന് ഈ ദോശ തിന്ന് മടുത്തുക്കണ്. അല്ലെങ്കിൽ ഒക്കെ എളുപ്പമുള്ള ഒരു പണി പുട്ടാണ്. അത് തിന്നാ പിന്നെ മനസ്സിനക്ക് പറയും വേണ്ട, നെഞ്ഞ് നീറിയിട്ട് വയ്ക്കൂല. എന്താണാവോ കാര്യമായിട്ട് അവിടെ ഒക്കെ കിടന്ന് പെടയുണ്ട്. എല്ലാ കുട്ടിയെ ഇന്നിപ്പോ എന്താ ചായക്കടി? അല്ല ഇന്നലെ മിഞ്ഞാന്നൊക്കെ ഉണ്ടാക്കിയ പോലെ ഇന്ന് ദോശ തന്നെ ആണാ? ദോശ ആണെങ്കിൽ ഇച്ചു വേണ്ടട്ടോ അവളാ. അടിച്ചോനെ ഞാൻ പെട്ട. ഇവളെന്താ പേടിക്കണല്ലേ? നേരം വെക്കി നീച്ചോണ്ട് ഇനിയിപ്പോ എന്താ കാട്ടുക? അല്ലമ്മ, ഇന്നും ദോശമാവ് ഇരിപ്പുണ്ട്. അപ്പൊ ഇന്നും കൂടി ചൂടാൻ ചേച്ചി. നാളെ മുതൽ ഞാൻ വേറെ എന്തെങ്കിലും കടി ഉണ്ടാക്കി തന്നാ പോരെ? അപ്പൊ ഇന്നും ദോശ അല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞോട്ട് എത്തിയില്ലേ? എന്നും എനിക്ക് ഈ ദോശ തന്നെയാണ്. ഇജ് എന്നും നേരം വെളുത്താൽ നേരം വൈകി നീക്ക. ഇതൊക്കെ എനിക്ക് എളുപ്പമുള്ള പണിയാണ് ഈ ദോശ. അല്ല ആ ചെറുക്കന് എന്താ എന്താ പറഞ്ഞേ? സ്കൂളിൽ കൊണ്ട് പോണില്ല? ഞാൻ കുട്ടിനെ സ്കൂളിൽ വന്നാക്കാത്തത്? അതിനെ മുന്റെ സ്ഥലത്ത് ചേർക്കണം എന്നെ എന്റെ ചെറുക്കനെ കൊണ്ട് ചേർപ്പിച്ച ഇംഗ്ലീഷ് മീഡിയത്തിലെ ഇംഗ്ലീഷ് മീഡിയത്തിൽ ചേർത്തിയതാണ്. ഉള്ള പൈസ ഒക്കെ കെട്ടി കളിച്ചിട്ട് എന്റെ കൂട്ടക്കാരെല്ലാം അവിടെ കെട്ടി കളിച്ച് എന്റെ കുട്ടിയെ പഠിപ്പിക്കണത്. എന്റെ കുട്ടിയെ ഗൾഫിലെ നയിച്ചുണ്ടാക്കിയ പൈസ കൊണ്ടാണ് എന്റെ കുട്ടിയെ ചേർത്തിക്കണത്. എന്നിട്ട് അതിന് ഒന്നരാർക്കും മുറക്ക്. എങ്ങനെ മുറങ്ങുക? ഇജ് നേരത്തെ നീക്കണ്ടേ? എന്നാലല്ലേ മക്കളെ നേരത്തിന് സ്കൂളിൽ പറഞ്ഞയക്കുള്ളൂ. ഇപ്പൊ തന്നെ സമയം 7:30 മണിയായി. സ്കൂൾ ബസ് പോയില്ലേ? എന്നുള്ള പഠിപ്പാണിത്. അതിനെ തള്ളാരെ എന്റെ കാട്ടിരുന്നരാ നേരത്തിനെ സ്കൂളിൽ മദ്രസയും പഠിക്കുന്ന മക്കളെ നേരത്തെ തള്ളാര് നീച്ചിട്ട് എല്ലാ പെരയത്തെ പണിയും കഴിഞ്ഞിട്ട് ആയിട്ടിങ്ങൾ പറഞ്ഞേക്കലാണ്. ഇവിടെ തല തിരിച്ചിട്ടാ. വല്ലാത്തൊരു പമ്പർന്നോളം തന്നെയാണ്.
നല്ല പഠിപ്പാണ് എന്റെ പെരക്കാരേതായാലും പഠിപ്പിച്ചുകൊണ്ട് വിട്ടിക്കണത്. അജ വന്ന് കേറിയപ്പോ തന്നെ എനിക്ക് അന്ന ഒരു അക്കസെറ്റുള്ളതുകൊണ്ട് ഞാൻ ആമ്പാറക്കെട്ടിനെ ഒഴിവാക്കാൻ നിൽക്കേന്. അന്ന കാര്യം കോള കഴിഞ്ഞില്ല, ഇതെങ്ങനെ ഞങ്ങൾ ഒഴിവാക്കുക? എന്നിട്ടിപ്പാ ചെറുക്കനെ എല്ലാ സ്കൂൾ പോകട്ടെ, എന്റെ സ്കൂൾ പോകാത്തന്നെ തീർച്ചയാ തള്ളന്റെ എല്ലാ പഠിപ്പും പഠിച്ചാ പറഞ്ഞതൊക്കെ ഇന്ന അനുസരിച്ച് ഇവിടെ നിൽക്കാൻ പറ്റുന്ന മാത്രം ഇവിടെ നിന്നാ മതി. തള്ളന്റെ പഠിപ്പ് പഠിക്കണ്ട. ആ തള്ളന്റെ പഠിപ്പൊക്കെ ഓരോരുത്തരും പഠിപ്പിച്ച് പോന്നാണ് അവള്. ഓള് എന്നും ദോശ ദോശ. ഇത് വാർത്താനം പറയുന്നോള്. അല്ല ഇന്നിപ്പോ എന്താ കാരണം? ഇത് എന്റെ നേരം വൈകി നീക്കാനുള്ള കാരണം എന്ന് പറഞ്ഞിട്ടില്ല. അതുമ്മ ഇന്ന് ഭയങ്കര വയറുവേദന, പിന്നെ ബെനിക്കാണാൻ നല്ലോണം ചുമയുണ്ട്. രാത്രിയൊക്കെ ചുമച്ചിട്ട് നല്ലോണം ഛർദിച്ചിക്കണ്. അപ്പൊ അപ്പോഴൊക്കെ ഇങ്ങനെ ഉറക്ക് പോയപ്പോ ഞാന് സത്യം പറഞ്ഞാല് ഫോണിൽ അലാറം വെച്ചിന്. അലാറം അടിച്ചപ്പോ എനിക്ക് ഉറക്കിന്റെ ഇതിൽ ഞാൻ ഓഫാക്കി കിടന്നതാണ് ഉമ്മ. പിന്നെ എനിക്ക് തീരെ വയ്യ, പീരിയഡ്സ് ആയിട്ടും അതിന്റെ സോക്കറും പിന്നെ മോനസിന് വയ്യാത്തോണ്ട് പിന്നെ ഞാൻ ഏതായാലും മോനൊന്ന് പറഞ്ഞേക്കാനില്ലല്ലോ എന്ന് വിചാരിച്ചപ്പോ ഞാൻ ഇത്തിരി കിടന്നത് ശരിയാണ്. പക്ഷെ എത്ര നേരം വെക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ലമ്മ. ഞാൻ ഇന്ന് ഞങ്ങൾക്ക് ദോശ ചുട്ടാലും നാളെ ഞാൻ കാര്യമായിട്ട് എന്തെങ്കിലും എന്നൊക്കെ ഉണ്ടാക്കി തന്ന പോരമ്മ. അതിന് നമ്മൾ ഇങ്ങനൊക്കെ പറയണത് വയ്യാത്തോണ്ടല്ലമ്മ ഞാൻ ദോശ ചുടണത്, അത് മാവ് ഉള്ളോണ്ടല്ലമ്മ. എന്തമ്മ നിങ്ങൾ ഇങ്ങനൊക്കെ പറയണത്? ഓൾക്ക് ഓരോ ദിവസം ഓരോ കാരണമാണ്. ഇന്ന് ഏതായാലും ശരിയാക്കി കൊടുത്തോളാം. ഓ ഇന്നിപ്പോ ഇതാണ് കാരണല്ലേ? ഓ കുട്ടി ചുമച്ചിട്ട് ഛർദിച്ച് ഉറക്കി പിത്തനായി ഫോണ് സൈലന്റ് ആക്കി കിടന്ന് സ്വിച്ച് ഓഫ് ആക്കി. എനിക്ക് പീരീഡ്സ്. എന്റെ ബളേ ഇജ് ഏതായാലും ഈ രാവിലെ തന്നെ ഉമ്മ അത് നോണൊക്കെ പറയാതെ ഒപ്പിച്ചല്ലോ. പൊന്നാരന്റെ ബളെ ഇജ് ഏതാണെന്നും ഇജ് എങ്ങനെയാണെന്നും എനിക്ക് നല്ലോണം അറിയാം. അന്ന് നമ്മൾ കാലെടുത്തിട്ട് 6 കൊല്ലായല്ലോ. ഇജ് ഏതാ മോളെന്ന് ഞമ്മക്ക് അറിഞ്ഞൂടെ? എന്തൊക്കെ ഉടായിപ്പാണ് പറയണത്. ഓ ലോകത്ത് എനിക്ക് മാത്രമുള്ള ഈ ഒരു വേദന, ഒരു പെണ്ണുങ്ങൾക്കും വേദന ഇല്ലേ? ഞങ്ങളൊന്നും അപ്പൊ അനുഭവിക്കാതെ വന്നതാണ്. അതിന്റെ ബളേ എന്റെ ഒരു കഥ. നിങ്ങൾക്കൊക്കെ ഇപ്പൊ എന്താ സുഖം? അരക്കാൻ നിങ്ങൾ അമ്മിമക്ക് മണ്ടണ്ട, മിക്സിയിൽ കറക്കിയാ മതി. ചട്ടി വെച്ച് ഉണ്ടാക്കണ്ട, കുക്കറിൽ കുക്കിയാ മതി. എല്ലാതും ചോറായിക്കോട്ടെ കറിയായിക്കോട്ടെ എല്ലാതും അകെ തന്നെ. ഞങ്ങളൊക്കെ കാലത്തെ ഈ പിന്നെ മണ്ടി ചെന്ന് നിങ്ങൾക്ക് ഗ്യാസുമ്മ കത്തിക്കാം, ചായ ആണെങ്കിലും ചോറാണെങ്കിലും. ഞങ്ങളൊക്കെ കാലത്തെ അടുപ്പ് കത്തിച്ച് ഊതണം, മല്ലിമുളക് അരക്കണം. ഇനിയിപ്പോ എന്തെങ്കിലും അരക്കണമെങ്കിൽ മിക്സിമിട്ട് അരക്കണം. അങ്ങനെയൊക്കെ ചെയ്തില്ല. ഇനിയിപ്പോ രാവിലെ എന്തെങ്കിലും കടി ഉണ്ടാക്കണമെങ്കിലേ അമ്മിമട്ട് അരക്കണം, ഇതിലോട്ട് കുത്തണം. ഇതൊക്കെ തന്നെ ഞങ്ങൾ ചെയ്തിരുന്നത്. എന്നിട്ട് ഞങ്ങളെ മക്കളെ പഠിപ്പിച്ചീന്, മക്കളെ മേത്തിന് പറഞ്ഞയച്ചീന്, മാപ്പിള കാര്യം നോക്കീന്, അമ്മായിമാരെ കാര്യം നോക്കീന്, അമ്മോസാങ്ങളുടെ കാര്യം നോക്കീന്, എല്ലാവരുടെ കാര്യം നോക്കിയിട്ട് മോളെ നമ്മളിവിടെ എത്തിക്കുന്നത്. നമുക്കിതൊരു കുത്തേരിയല്ല. അവൾ സുബൈക്ക് സുബൈ വാങ്ങെടുക്കുമ്പോട്ട് പെണ്ണുങ്ങൾ നീക്കണം. അങ്ങനെയൊക്കെ ഞങ്ങൾ വളഞ്ഞത്. ഇന്നെപ്പോഴത്തെ അമ്മായിമ ആവണം എനിക്ക്. കണ്ടാ ഇപ്പതാ കുട്ടിയാ ഓണമ കളിച്ചിന്. നീ നേരെ അന്റെ കളിച്ചത് തന്നെ. അതിനെന്താ ഓരോ കാരണം പറഞ്ഞിട്ട് ഇവിടെ നിർത്തിക്കണത്? ഫോണ് കൊടുക്കുന്നത് അലാമത്തുള്ള ഓരോ കാര്യങ്ങളാണ്. കണ്ണിന് കേടാ. ഫോണോട് മാറ്റി വെച്ചാ എനിക്ക് വെച്ചേക്കും റൂമിൽ പോയി കളിക്ക്. ഫോണോട് മാറ്റിയൊക്കെ പൊട്ടിക്കും ഞാന് ചേരില്ല. ഓരോ കാരണം പറഞ്ഞേ മനുഷ്യൻക്കാണ് പള്ള പഴിച്ചിട്ട് വന്നതാണ്. ഇനിയിപ്പൊ തിന്നണമെന്നില്ല, അന്റെ ഒന്നും അറിഞ്ഞില്ല മനുഷ്യൻക്ക്. ദോശ ദോശ എടുക്കേ മനുഷ്യനെ നേരത്തിന് മരുന്ന് എടുക്കേ. പ്രമേയത്തിനും ബസന്റെ എല്ലാം കൊടുക്കണം. ആ ലെവലിൽ കൂടിക്ക് നിൽക്ക്. ഏതായാലും ചായ വേണ്ട, ഒരു ഗ്ലാസ് പച്ചളം തിന്നാളാ, ഒരു 2 ദോശ ചുട്ടന്നാളാ. ഇത് ആദ്യം ഇങ്ങനത്തെ ഒരു കേസാണെങ്കിൽ ഞങ്ങൾ ഇതിന് നിൽക്കൂലേന് മോളെ. ഇപ്പൊ 2 കെട്ട നടക്കായില്ലേ? കുട്ടി എന്നായില്ലേ? ഞാൻ എന്താ പറഞ്ഞത് ഒഴിവാക്കുക? ഏതായാലും ഞാൻ ദോശ ഒരു ഫോർമ കളിച്ചേ ദോശ കൂടെ ഇങ്ങനെ അവിടെ ഇരിക്കണേ. വേഗം കൊടുന്നാ പോയാ കുറച്ചോനെ എന്തൊക്കെയൊന്ന് പറഞ്ഞ് ഒരു ദോശന്റെ പേരും പറഞ്ഞിട്ട് എന്തൊക്കെ പുരായ്മ പറഞ്ഞെന്നറിയോ? അതിന്റെ റബ്ബേ ഒരു സമാധാനം മനസ്സിലേക്ക് ഇവിടെ ഉണ്ടാവും. വെജെങ്കിലും നേരം വൈകി നീശാലും തന്നെ എന്നുള്ള പഠിപ്പ് തന്നെ. തീരെ വയ്യാതെ ഒരു തലക്ക കൊടുക്കണ എന്റെ സ്വന്തം വരേക്ക് പറഞ്ഞേക്കൂല.
കുറ്റങ്ങൾ മുഴുവൻ എനിക്ക. ഇനിയിപ്പൊ ഈ ദോശ കൊണ്ടെല്ലുമ്പോ ഇനി അടുത്ത് എന്തിനേതും കുറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. ഞങ്ങളെന്താ പാവ, എന്തിനേതും കുറ്റം മാത്രമേ ഉള്ളൂ. ഇതിപ്പോ ഒരു സ്വന്തം മക്കളാണ് ഇങ്ങനെ ചെയ്യും. ഇതിപ്പോ ഞങ്ങൾ വന്നു കയറിയ പെണ്ണുങ്ങളായോണ്ട് ഞങ്ങൾ ഇങ്ങനെ പട്ടിനെ പോലെ ആട്ടുന്നത് അത് ഞങ്ങൾ സഹിച്ചിങ്ങനെ കേട്ടു നോക്കും. കുട്ടിയായല്ലോ, ഇനി ഉള്ള കാലം ജീവിതം ഇതന്നെ ഉണ്ടാവുള്ളൂ എന്നിട്ട് ഞങ്ങൾ സഹിച്ചു പോയി നോക്കും. എന്നിട്ട് ഞങ്ങൾക്ക് ദുഃഖങ്ങൾ മാത്രമേ ഉള്ളൂ ഞങ്ങളൊക്കെ ജീവിതത്തിൽ. ഇതേപോലെ അനുഭവിക്കുന്ന ഒത്തിരി പെണ്ണുങ്ങൾ ഉണ്ടാവും. എന്തൊക്കെയാണോ പറയാ.